മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ നമുക്കറിയുന്ന കാര്യമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, വാമനൻ, നരസിംഹം, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, അവസാനം കൽക്കി. അതുപോലെ 4 യുഗങ്ങളുമുണ്ട്. കലിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ കലിയുഗവും. അപ്പൊ ഈ കലിയുഗവും കൽക്കിയും എല്ലാമായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൽക്കി 2898 AD ആ സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ കൽക്കി 2898 AD എന്ന് പറയുന്ന ചിത്രം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾ തീർച്ചയായിട്ടും പോയി കൽക്കി കാണണം. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിമാണ്, മിസ്സാക്കരുത്. തുടക്കം മുതൽ ക്ലൈമാക്സ് എൻഡ് വരെ നമ്മളിങ്ങനെ വേറെ ലോകത്തിങ്ങനെ പോകും. അതൊരു പ്രത്യേക ഫീലാണ്. ഒരുപാട് ഗൂസ് ബംസ് വരുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ ഈ കലിയുഗത്തില് തിന്മകളാണ് ലോകം മുഴുവനും നിറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഭഗവാന്റെ ഓരോ അവതാര ലക്ഷ്യത്തിന് പിന്നിലും തിന്മയെ നിഗ്രഹിച്ച് നന്മ കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ്. ഇത് തന്നെയാണ് ഇനി കൽക്കി പിറവിയെടുക്കുന്ന സമയത്തും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് കലിയുഗം അവസാനിക്കും തോറും തിന്മ കൊണ്ട് ലോകം നിറയുമ്പോൾ കൽക്കി അവതരിക്കുമെന്നും ഈ ലോകത്ത് നന്മ കൊണ്ട് നിറയ്ക്കുമെന്നുമാണ് വിശ്വാസം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർന്നൊരു സിനിമയാണ് ഈ കൽക്കി. അതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ, നമ്മൾ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ രീതിയിലിരുന്ന നമ്മുടെ ഈ ലോകം നശിച്ചിട്ട് ലോക അവസാനത്തോട് അടുക്കുന്നു. എല്ലാ ജലാശയങ്ങളും വറ്റി വരണ്ട് നമ്മുടെ സാധാരണയുള്ള ഭൂമിയിൽ ആ ഒരു സന്തുലിത അവസ്ഥ മാറി ഒരു മരുഭൂമി പോലെ അന്തരീക്ഷം മുഴുവന് പൊടിപടലങ്ങൾ നിറഞ്ഞ് ജീവജാലങ്ങളിൽ ഒട്ടുമിക്കതും ചത്തൊടുങ്ങിയ ഒരു അവസ്ഥ. ഒരു കാലഘട്ടം തന്നെയാണ് ഈ സിനിമയിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ വൈ നാഗാശ്വിന്റെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ഇന്ത്യൻ ഇതിഹാസ ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു എവർഗ്രീൻ ഫിലിം ആയിരിക്കും കൽക്കി, അത് തീർച്ചയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ വിസ്മയം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ അമിതാഭ് ബച്ചൻ. അദ്ദേഹത്തിന്റെ അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ സിനിമ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ അദ്ദേഹം ഈ സിനിമ കൊണ്ടുപോയി എന്ന് ഞാൻ പറയും. അത്രയ്ക്കും ഗംഭീരം. അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർഡം, ഹൈറ്റ്, ആ ഒരു ആകാര ഭംഗിയൊക്കെ അത്രയ്ക്കും എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാമോ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നാഗാശ്വിനി ഈ മൂവി ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് ഇനി എടുത്തു പറയേണ്ടുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പുരാണങ്ങളിൽ കണ്ടിരിക്കുന്ന അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന നമ്മൾ മഹാഭാരതത്തിലെ അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ വേറൊരു ലെവലിലാണ് ഈ സിനിമയിൽ കണ്ടത്. പിന്നെ ഇതിൽ അടുത്തൊരു ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറാണ് നമുക്കറിയാം പ്രഭാസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ നമുക്ക് കുറേ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ട് നമ്മളിങ്ങനെ ഈ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി ഇങ്ങനെ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യപ്പെടുന്നത്. അത് ശരിക്കും തിയേറ്ററിലൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മൊമെന്റ്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് അന്നാബൻ, ദുൽഖർ സൽമാൻ എല്ലാവരും ഉള്ളൊരു സിനിമയായിരുന്നു. ദുൽഖറിന്റെ ക്യാരക്ടറൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. അന്നാബനും തകർത്തു. അന്നാബൻ പറക്കുന്ന ഒരു സീനിൽ ആ കേളി ഹെയറൊക്കെ ഗംഭീരം. ഇന്ത്യൻ സിനിമയുടെ താരറാണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ദീപിക പത്കോന്റെ ഒരു ഗംഭീര ക്യാരക്ടറായിരുന്നു ഈ സിനിമയിൽ. ആ ക്യാരക്ടറൊക്കെ ഇങ്ങനെ ഈ സിനിമയില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. കമലഹാസൻ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത ഒരു പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമ. നമ്മുടെ ശോഭന എല്ലാവരും ഉള്ളൊരു സിനിമയാണിത്. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ വിജയ് ദേവരകൊണ്ടയുണ്ട്, റാണയുണ്ട്, കുറേ വമ്പൻ ഒരു കാസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ ആ ഒരു മേക്കിംഗ് ഭാഗമൊക്കെ ഗംഭീരം. രാജമൗലിയുണ്ട്. അവരെല്ലാവരും സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. മൊത്തത്തിലൊരു ഇടിവെട്ട് സിനിമ, അത്രേ പറയാനുള്ളൂ. പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്ന ഒരു കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഫൈറ്റ് സീനൊക്കെ, അതൊക്കെ ആ സീൻ ശരിക്കും പറഞ്ഞാൽ ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു നടൻ
അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ വിസ്മയമായി എങ്ങനെ നിലകൊള്ളുന്നു, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം റീപ്ലേസ് ചെയ്ത് എന്തുകൊണ്ട് ഇതുവരെ വേറെ ആരും വന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്കും ഈ തലമുറയെ പോലും അമ്പരപ്പിക്കുന്ന പോലെയുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ ബച്ചൻ ഫാൻസിനൊക്കെ, പണ്ടത്തെ തലമുറയിലെ ബച്ചൻ ഫാൻസൊക്കെ ഈ ഫിലിം കണ്ടാൽ റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും അവർക്ക്. അത്രയ്ക്കും അദ്ദേഹമാണ് ഈ സിനിമ കൊണ്ടുപോയതെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. പക്ഷെ എവിടെയൊക്കെ നമുക്കൊരു AR റഹ്മാൻ ടച്ചും കൂടി ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിലൊക്കെ അതിന്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഹിന്ദിയിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം ഈ മറ്റു ഭാഷകളിലൊക്കെ ഇറങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷയിലേക്ക് ഇറങ്ങിയപ്പോൾ, ഡബ് ചെയ്ത് ഇറക്കിയപ്പോൾ, നമ്മുടെ മലയാളം നടീനടന്മാരെല്ലാം അവര് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് ഈ മലയാളം വേർഷന് ഒന്നുകൂടെ ഒന്ന് മികവ് കൂട്ടി. അത് പറയാതിരിക്കാൻ പറ്റില്ല. മലയാളം 3D എക്സ്പീരിയൻസ് ഗംഭീരമാണ്. പിന്നെ എടുത്തു പറയുന്ന മറ്റു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം പല പല സീനുകളായിട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതിലൊരു വ്യത്യസ്തതയുള്ളത്, നമ്മൾ ഇതിനു മുൻപൊക്കെ കണ്ടിരിക്കുന്ന മഹാഭാരത യുദ്ധം ആ ഒരു സീനല്ല. നാഗ അശ്വിൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈലിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എവിടേക്കോ നമ്മൾ വായിച്ചു പോയ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഴകിയ പല ഹിന്ദു പുരാണങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മറയും. എന്നാൽ ഒരു സയൻസ് ഫിക്ഷനോ ഒക്കെ കൂടി ചേരുന്ന ഒരു സിനിമ, ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയ ഒരു അപ്പോക്കലിപ്റ്റിക് ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സിനിമയാണ് ഈ കൽക്കി 2898 AD എന്ന് പറയുന്ന ചിത്രം. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നല്ലൊരു സിനിമയാണ്. കണ്ടപ്പോൾ വളരെയധികം നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, അതായത് നമ്മൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒറ്റ കാര്യമുള്ളൂ, സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടിട്ട് പോകാമായിരുന്നു. കാരണം നമുക്ക് അടുത്തത് എന്തായിരിക്കും കാണാൻ ഇങ്ങനെ ഒരു ആകാംക്ഷ വന്നറിയും. പ്രത്യേകിച്ചും ആ കമലഹാസന്റെ ക്യാരക്ടറൊക്കെ നമുക്കിങ്ങനെ അടുത്തതിലാണ് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അതാണ് നമുക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ, തിയേറ്ററിൽ നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫീല്. നമ്മുടെ കൂടെ ആ സിനിമയും കൂടി ഇങ്ങനെ വരും. നമ്മൾ അത്രയും സമയം വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകും. ഗംഭീര സിനിമയാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. നിങ്ങൾ കണ്ട ശേഷം എന്താണ് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ എല്ലാവരും നന്നായി തന്നെ ചെയ്തു.